السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. നമ്മൾ ഖസസ് നബിയിൽ സുലൈമാൻ നബിയുടെയും ബിൽഖീസ് രാജ്ഞിയുടെയും ചരിത്രമാണ് പറയുന്നത്. അങ്ങനെ ബിൽഖീസ് രാജ്ഞിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, സത്യത്തിൻ്റെ പാതയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സുലൈമാൻ നബി കത്തയച്ചു. ആ കത്തിന് മറുപടിയായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തയച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ പ്രതികരണവും നമ്മൾ കേട്ടു. ഇനി അടുത്ത സാഹചര്യം, അൽ മലിക്കത്തു തഅതി ഖാലിഅത്തൻ തായ്മയോടെ ആ രാജ്ഞി വരികയാണ് സുലൈമാൻ നബിയുടെ അടുത്തേക്ക്. അങ്ങനെ ഫലമ്മ റജഅത്ത് ഹാദിഹിൽ ബഅസ ഇലാ മലിക്കത്തി സബഅ, ഈ ബഅസത്ത് ഈ സംഘം, സമ്മാനങ്ങളുമായി അയച്ചൊരു സംഘം ഉണ്ടായിരുന്നല്ലോ, ആ സംഘം തിരിച്ചെത്തിയപ്പോൾ ഹാദിഹിൽ ബഅസ, ഈ യാത്രാ സംഘം അല്ലെങ്കിൽ ആ സംഘം തിരിച്ചെത്തിയപ്പോൾ ഇലാ മലിക്കത്തി സബയിലെ രാജ്ഞിയായ ബിൽക്കീസിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ വഹഖത്ത് ലഹൽ ഖിസ്സ, ആ സംഘം, ഈ സമ്മാനവുമായി സുലൈമാൻ നബിയുടെ അടുത്ത് വന്നിരുന്ന ആ സംഘം ഈ ബിൽഖീസ് രാജ്ഞിക്ക് വിശദീകരിച്ചു കൊടുത്തു. ഹക്ക ലഹൽ ഖിസ്സ, കഥകൾ മുഴുവൻ വിശദീകരിച്ചു കൊടുത്തു. ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ഹദിയകൾ സ്വീകരിക്കാതിരുന്നതും അപ്പോൾ സുലൈമാൻ നബി അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. വസമിഅത്, ആ രാജ്ഞി അതൊക്കെ കേട്ടു. വതഅത് ഹിയ വഖൗമുഹ, അവളും എന്ന് പറഞ്ഞാൽ ആ രാജ്ഞിയും, ഹിയ ആ രാജ്ഞിയും, വഖൗമുഹ ആ രാജ്ഞിയുടെ സമുദായവും അതിനെ സ്വീകരിച്ചു, അംഗീകരിച്ചു എന്നർത്ഥം, കീഴ്പ്പെട്ടു എന്ന്. ഇവിടെ നമ്മൾ മുമ്പ് തഖ്വീഉൽ ലിസാൻ ഓതിയപ്പോൾ അവിടെ പഠിച്ചിരുന്നത് അത്ഫ് ചെയ്യുമ്പോൾ ഹിയ വഖൗമാനെ അത്ഫിട്ട് ഇങ്ങനത്തെ മുൾമറായ മുൾമറായ ഒരു ലമീറിലേക്കാണ് അത്ഫ് ചെയ്യുന്നതെങ്കിൽ തൗക്കീദ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിയ വഖൗമുഹ, അവളും വഖൗമുഹ അവളുടെ സമുദായവും സുലൈമാൻ നബിക്ക് കീഴടങ്ങി. അഖ്ബലത്ത് തസീറു ഇലൈഹി, അഖ്ബലത്ത് അവൾ മുന്നിട്ടു, തസീറു ഇലൈഹി സുലൈമാൻ നബിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ട്, ഫി ജുനൂദിഹ അവളുടെ സൈന്യത്തിൽ, ആ രാജ്ഞിയുടെ സൈന്യത്തിലായിട്ട് സുലൈമാൻ നബിക്ക് നേരെ യാത്ര ചെയ്ത് സഞ്ചരിക്കുകയാണ്. ഖാലിയത്തൻ വളരെ തായ്മയോടെ. വലമ്മ തഹഖഖ സുലൈമാൻ, അങ്ങനെ സുലൈമാൻ നബി ഇത് ഉറപ്പിച്ചപ്പോൾ തഹഖഖ സുലൈമാൻ അലൈഹിസ്സലാമ ഖുദൂമഹും ഇലൈഹി, അവരുടെ അഥവാ രാജ്ഞിയുടെയും രാജ്ഞിയുടെ സമുദായത്തിൻ്റെയും വരവ് ആരിലേക്ക്, ഇലൈഹി സുലൈമാൻ നബിയിലേക്ക് വരുന്നുണ്ടെന്ന് ഉറപ്പിച്ചപ്പോൾ ഫരിഹദാലിക സുലൈമാൻ നബി ഒരുപാട് സന്തോഷിച്ചു. വഹമിദല്ലാ, അള്ളാഹുവിനിക്ക് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്തു. അറാദ സുലൈമാൻ നബി ഉദ്ദേശിച്ചു, അൻയുരീഹ ആ രാജ്ഞിക്ക് കാണിച്ചു കൊടുക്കണം, ആയത്തമിൻ ആയാത്തില്ല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചു. ലിയകൂനദാലിക, അങ്ങനെ കാണിച്ചു കൊടുക്കൽ, ലിയകൂനദാലിക അതാവാൻ വേണ്ടി, എന്താവാൻ വേണ്ടി, അതല്ല അല ഖുദ്റത്തില്ലാഹി വനിഅമി, അള്ളാഹു അല സുലൈമാൻ നബിക്ക് അള്ളാഹു തആലയുടെ അനുഗ്രഹങ്ങളുടെ മേൽ അറിയിച്ചു കൊടുക്കാനും, നൽകിയ അനുഗ്രഹങ്ങളുടെ മേൽ അറിയിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ അല ഖുദ്റത്തില്ലാഹി അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ മേൽ ഏറ്റവും വലിയ തെളിവാകാൻ വേണ്ടി ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ സുലൈമാൻ നബി ഉദ്ദേശിച്ചു. എന്താണ് ആ ദൃഷ്ടാന്തം? ഫഅറാദ സുലൈമാൻ നബി ഉദ്ദേശിച്ചു, അൻയുഹ്ലിറ അർഷഹ ആ രാജ്ഞിയുടെ സിംഹാസനം എത്തിക്കണം. അഹ്ലറ യുഹ്ലിറു, ഹലറ എന്നാൽ വരിക, അഹ്ലറന കൊണ്ടുവരിക എന്നർത്ഥം. അങ്ങനെ യുഹ്ലിറ ഇവിടെ ഹാജറാക്കണം. അർഷഹ രാജ്ഞിയുടെ സിംഹാസനം, അല്ലദി വക്കലത്ത് ബിഹി റിജാലൻ, അല്ലതി എങ്ങനത്തെ അർഷാണ്, എങ്ങനത്തെ സിംഹാസനമാണ്, വക്കലത്ത് ബിഹി ആ സിംഹാസനം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. റിജാലൻ ഒരുപാട് പുരുഷന്മാരെയും നല്ല ആളുകളെയും, ആ റിജാലൻ കവിയ ഉമന വിശ്വസ്തരായ ശക്തരായ ഒരുപാട് പുരുഷന്മാരെ ഏൽപ്പിക്കപ്പെട്ട ആ രാജ്ഞി അവിടെ സഭയിൽ ഏൽപ്പിക്കപ്പെട്ട ആ കൊട്ടാരത്തിലെ സിംഹാസനം, ആ സിംഹാസനം ഇവിടെ ബിൽക്കീസിൻ്റെ രാജ്ഞിയുടെ മുമ്പിലെത്തിക്കാൻ സുലൈമാൻ നബി ഉദ്ദേശിച്ചു. ഫത്വലബ മിമ്മലൈഹി തൻ്റെ സമുദായം, സുലൈമാൻ നബിയുടെ മല തൻ്റെ അനുയായി വൃദ്ധം ഒക്കെ അവരോട് അന്വേഷിച്ചു. ത്വലബ മിമ്മലൈ തൻ്റെ അനുയായികളോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. എന്തിന് ആവശ്യപ്പെട്ടു? ത്വലബ ആവശ്യപ്പെട്ടു, മിൻ അൻ മലൈഹി തൻ്റെ സമുദായത്തിൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു, അൻയഅ്തൂഹു ബി അർഷിഹ അവരുടെ സിംഹാസനവുമായിട്ട് വരാൻ, അൻയഅ്തൂഹു അവർ കൊണ്ടുവരാൻ, തൻ്റെ അനുയായികൾ കൊണ്ടുവരണം, ബി അർഷിഹ ആരുടെ സിംഹാസനം, ഈ രാജ്ഞിയുടെ സിംഹാസനം, ഖബ്ല വുസൂലി
ഹാദൽ മൗക്കിബിൽ അലീം ഖബല വുസൂലി ഹാദൽ മൗക്കിബിൽ അലീം. ഈ എന്താ പറയുക, മൗക്കിബ് എന്ന് പറഞ്ഞാൽ ജനാവലി, എന്താ പറയുക റാലി, അതിനൊക്കെ പറയാം മൗക്കിബ്. അലീം ഈ വലിയ ജനാവലി ഇവിടെ എത്തുന്നതിന് മുമ്പ്, രാജ്ഞിയും രാജ്ഞിയുടെ ടീമും ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് രാജ്ഞിയുടെ സിംഹാസനം, രാജ്ഞിയുടെ കൊട്ടാരത്തിൽ സുരക്ഷിതമായി ഏൽപ്പിക്കപ്പെട്ട കൊട്ടാരത്തിലുള്ള സിംഹാസനം, ആ സിംഹാസനം ഇവിടെ എത്തിക്കാൻ തൻ്റെ ജനതയോട്, തൻ്റെ അനുയായികളോട് സുലൈമാൻ നബി ആവശ്യപ്പെട്ടു. ഒക്കെ തഹക്കക മാ അറാദ സുലൈമാൻ, അത് നടപ്പിലാവുകയും ചെയ്തു. ഒക്കെ തഹക്കക മാ അറാദ സുലൈമാൻ, സുലൈമാൻ നബി അത് ഉദ്ദേശിച്ച് നടപ്പിലാക്കി. ഫി അഖ്റബി വക്തിൻ, ഏറ്റവും വളരെ ചെറിയ സമയത്ത്. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലേ, സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ, ജിന്നുകളിൽപ്പെട്ട ഇൻസുകളിൽപ്പെട്ട ഒരുപാട് ആളുകളൊക്കെ എന്ന് പറഞ്ഞ ഓരോ സമയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം ത്വറഫത്തൈൻ, കണ്ണ് പൂട്ടുന്ന സമയത്തിൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുവരാം എന്ന് ആസിഫിൻ ബർഹിയ എന്ന മഹാൻ പറയുകയും ആ മഹാനാണ് ആ സിംഹാസനം കൊണ്ടുവരുന്നത്. അതൊക്കെ നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും അങ്ങനെ നടപ്പിലായി. ഫി അഖ്റബി വക്തിൻ, ഏറ്റവും വളരെ അടുത്ത സമയത്ത് തന്നെ. വകാന മുഅ്ജിസ, അത് സുലൈമാൻ നബിക്കുള്ളൊരു മുഅ്ജിസത്തായിരുന്നു. വ അമറ ബിഹി സുലൈമാൻ, അങ്ങനെ കൊണ്ടുവന്നപ്പോൾ സുലൈമാൻ നബി ആ സിംഹാസനം കൊണ്ട് കൽപ്പിച്ചു. ഫഗയ്യിറ ബഅദു സിഫാത്തിഹി, അതിൻ്റെ കോലം മാറ്റം വരുത്തി. ഫഗയ്യിറ, മാറ്റം വരുത്തപ്പെട്ടു. ബഅദു സിഫാത്തിഹി, അതിൻ്റെ ചില കോലങ്ങളൊക്കെ മാറ്റം വരുത്തപ്പെട്ടു. എന്തിനിക്ക്? ലിയഖ്തബിറ മഅരിഫതഹ, ആ രാജ്ഞിയുടെ അറിവിനെ പരിശോധിക്കാൻ വേണ്ടി. വസബാതഹ, അതിൻ്റെ ഉറപ്പിന്, രാജ്ഞിയുടെ ഉറപ്പിനെയും, അത് കാണുമ്പോൾ തൻ്റെ കൊട്ടാരമാണെന്ന് ഉറപ്പാണെന്നൊരു ഇതുണ്ടാവണമല്ലോ, ഒരു പരിശോധന. ആ സബാത്തിഹ, ആ വിശ്വസ്തതയെ ഉറപ്പിക്കാൻ വേണ്ടിയും. ഇന്ദ റുയത്തിഹി, ആ രാജ്ഞി ഈ കൊട്ടാരത്തെ കാണുന്ന അവസരത്തിൽ. വൈനൽ തബസ അലൈഹൽ അംർ, കാര്യം സംശയമാവുകയാണെങ്കിൽ, ഇൽതബസ സംശയമാവുക, അൽ അംർ കാര്യം സംശയത്തിലാവുകയാണെങ്കിലോ, കാന ദലീലൻ, ആ സംശയം തെളിവാണ്. ദലീലൻ അലാ ഖുസൂരി നളരിഹ, അവളുടെ അഥവാ ഈ രാജ്ഞിയുടെ നളർ, നിരീക്ഷണത്തിൻ്റെ പോരായ്മയുടെ മേൽ തെളിവാണ്. ഫി ഉമൂരിൻ, കാര്യങ്ങളിലുള്ള നിരീക്ഷണത്തിൻ്റെ പോരായ്മയുടെ മേൽ തെളിവാകും. അദഖ മിൻഹു വ അബ്അദ മനാല, എന്ത് ഇതിനേക്കാളും നിഗൂഢമായ കാര്യങ്ങൾ. വ അബ്അദ മനാലൻ, എത്തിക്കലിനാൽ വിദൂരത്തായ കാര്യങ്ങളൊക്കെ, എത്തിക്കലിനാൽ ഏറ്റവും വിദൂരത്തായ, അതുപോലെ തന്നെ അതിനേക്കാളും നിഗൂഢമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള വീഴ്ചകളുടെ മേൽ തെളിവായിരിക്കും ഇതിൽ സംശയമുണ്ടായാൽ എന്ന് സുലൈമാൻ നബി ഉറപ്പിക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഈ രാജ്ഞി വരുമ്പോൾ അവൾക്ക് വേണ്ടി കൊട്ടാരം നിർമ്മിക്കുകയാണ്. ഖസ്റുൻ അളീമുൻ മിൻ സുജാജ്, ചില്ലിനാലുള്ള, സ്ഫടികത്താലുള്ള വലിയ കൊട്ടാരം. അമറ സുലൈമാനു അൽ ബന്നായിൻ, സുലൈമാൻ നബി കൽപ്പിച്ചു. അൽ ബന്നായിൻ, ആ നിർമ്മാതാക്കളോട്. മിനൽ ഇൻസി വൽ ജിന്നി, ജിന്നുകളിലും ഇൻസുകളിൽപ്പെട്ട നിർമ്മാതാക്കളായ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചു. വബനൗ ലഹ ഖസ്റൻ അലീമ, അവർ നിർമ്മിച്ചു ലഹ, ഈ രാജ്ഞിക്ക് വേണ്ടി, ഖസ്റൻ അലീമൻ, വലിയൊരു കൊട്ടാരം നിർമ്മിച്ചു. മിൻ സുജാജിൻ, ഗ്ലാസിനാലുള്ള അല്ലെങ്കിൽ ചില്ലിനാലുള്ള അല്ലെങ്കിൽ സ്ഫടികത്താലുള്ള. അജ്റൗ തഅ്തഹുൽ മാ, അതിൻ്റെ താഴെക്കൂടെ അവർ ഒഴുക്കി. അൽമാ, ആ വെള്ളത്തെ. ഫല്ലദീ ലാ യഅരിഫു അംറഹു, ആ വെള്ളം അവിടെ ഒഴുകുന്ന കാര്യം. ലാ യഅരിഫു അംറഹു, മനസ്സിലാവുകയില്ല. യഹ്സബു അന്നഹു മാഉൻ, ആ സ്ഫടികമില്ലാതെ അവിടെ വെള്ളം ഒഴുകുന്ന പോലെ. യഹ്സബു, അതിനെ വിചാരിക്കും. അന്നഹു മാഉൻ, അത് വെള്ളമാണെന്ന് വിചാരിക്കുന്ന രൂപത്തിൽ ആ സ്ഫടികത്തിൻ്റെ താഴത്തിലൂടെ അരുവികളൊഴുകി. അത് പെട്ടെന്ന് കാണുമ്പോൾ അത് വെള്ളമാണെന്ന് കരുതും. വലാക്കിന്ന സുജാജ്, പക്ഷേ സത്യത്തിൽ അവിടെയുള്ളത് അസുജാജു, ആ അവിടുത്തെ ചില്ല, ആ ഗ്ലാസ്. യഹൂലു ബൈനൽ മാഷി വൽ മാ, യഹൂലു, അത് മറയിടുന്നുണ്ട്. ബൈനൽ മാഷി, നടക്കുന്ന ആളുകൾക്കിടയിലും. വബൈനൽ മാ, ഈ വെള്ളത്തിനിടയിലും. പക്ഷെ അതെന്താവില്ല, കാണൂല. അത്രയും വളരെ അത്ഭുതകരമായ രീതിയിൽ സുലൈമാൻ നബിയുടെ അനുയായികൾ സുലൈമാൻ നബിക്ക്, ഈ രാജ്ഞിക്ക് വേണ്ടി നിർമ്മിച്ച് നൽകി എന്നർത്ഥം. വക്കാനൽ മുഅക്കദ്, ഇതും ഉറപ്പായിരുന്നു. അന്നൽ മലിക്കത്ത രാജ്ഞി, തതവഹമുഹു, അതിനെ വിചാരിക്കും. ഈ കൊട്ടാരത്തിൽ അടിയിലിരിക്കുന്ന അതിനെ വിചാരിക്കും. മാഅൻ, വെള്ളമാണെന്ന് വിചാരിച്ച്. വതക്ഷിഫൻ സാഖിഹ, അവളുടെ കാല്
എടുത്തു വെക്കാൻ തെക്ഷിഫൻസാക്കി അവിടെ കാല് വ്യക്തമാക്കും എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഡ്രസ്സൊന്ന് പൊന്തിച്ചിട്ടല്ലേ കാലെടുത്ത് വെക്കാതെ തെക്ഷിഫൻസാക്കിഹ അവരുടെ കാലൊന്ന് വ്യക്തമാക്കും ബഹുനാലിക്ക തബയ്യനൽ ഖത്ത അപ്പോൾ മനസ്സിലാക്കാം ഈ രാജ്ഞിക്ക് പിയവുണ്ടെന്ന് പിയവ് തബയ്യനു വ്യക്തമായിരിക്കുന്ന അൽ ഖത്തവോ അങ്ങനെ രാജ്ഞിക്ക് അത് മനസ്സിലാക്കാൻ പറ്റാതെ രാജ്ഞി കാലെടുത്ത് വെക്കുകയാണെങ്കിൽ അഥവാ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച് കാല് കാണിച്ചു കൊണ്ടായിരിക്കും കാലെടുത്ത് വെക്കുക. അത് കാല് കാണിക്കാതെ മനസ്സിലായല്ലോ, ഡ്രസ്സൊന്ന് അല്പം കാലോട് പൊന്തിക്കുമല്ലോ വെള്ളത്തിൽ തട്ടണ്ട വിചാരിച്ച്. അതുപോലെ ഹുനാലിക്കത്ത് തബീൽ ഖത്ത് അവിടെ ഈ രാജ്ഞിക്കുള്ള പിയവ് വ്യക്തമാകും. വതുദ്രിക്കു ഖുസൂറനൽരിഹ വതുദ്രിക്കു അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഖുസൂറനൽരിഹ ഈ രാജ്ഞിയുടെ നിരീക്ഷണക്കുറവ് അഥവാ ഖുസൂർ അങ്ങനെ പോരായ്മ നൽറിഹ നിരീക്ഷണത്തിൻ്റെ കുറവ്, നോട്ടത്തിൻ്റെ കുറവും വൻഹിദ ബിൽ മലാഹിർ പ്രകടമായ കാര്യങ്ങളിൽ ഇൻഹിദ അകപ്പെടുന്ന വിഷയത്തിലും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുതിരിക്കു മനസ്സിലാക്കാം ഖുസൂറനറിഹ ഈ രാജ്ഞിയുടെ നിരീക്ഷണത്തിൻ്റെ പോരായ്മയും വൻഹിദ ബിൽ മലാഹിറി പ്രകടമാകുന്ന കാര്യങ്ങളിലുള്ള അകപ്പെടലും മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതിലൊക്കെ അകപ്പെടുന്ന ഒരാളാണെന്ന് രാജ്ഞിയെപ്പറ്റി സുലൈമാൻ നബി മനസ്സിലാക്കുമെന്ന് സുലൈമാൻ നബി വിചാരിക്കുകയാണ്. വക്കാനത്ത് ഹിയ വഖൗമുഹാ യസ്ജുദൂന ലിശംസ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം വക്കാനത്ത് ഹിയ ആ രാജ്ഞിയായിരുന്നു വഖൗമുഹ രാജ്ഞിയുടെ സമുദായവും യസ്ജുദൂന ലിശംസി അവർ സൂര്യനിക്ക് സുജൂദ് ചെയ്യുമായിരുന്നു. അന്നഹ കാരണം അക്ബറ മൽഹരിൽ ലിന്നൂരി വൽ ഹയാത്ത് ആ സൂര്യനാണല്ലോ അക്ബർ മൽഹറിന് ഏറ്റവും പ്രകടമായത്, ലിന്നൂരി പ്രകാശത്തിനും വൽ ഹയാത്ത് ജീവിതത്തിനും ആണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സൂര്യനിക്ക് സുജൂദ് ചെയ്യുന്നത്. പക്ഷേ അല്ലത്തിഹിയ മിൻ സിഫാത്തില്ലാഹി തആല ആ നൂറും ഹയാത്തും ഈ അതുപോലെ തന്നെ പ്രകാശം തരുന്നതുമെല്ലാം അതൊക്കെ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. ഹുനാലിക് യൻകശിഫുൽ ഗിതാഉ അൻ ഐനിഹ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യൻകശിഫുൽ ഗിതാഉ ആ ഒരു മൂടുപടം ഉയർത്തപ്പെടും അൻ ഐനിഹ അവരുടെ കണ്ണിൽ നിന്നും എന്ന് പറഞ്ഞാൽ ആ കണ്ണിലുള്ള ആ അന്ധത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ദഅവത്തിൻ്റെ ആ പ്രബോധനത്തിൻ്റെ ആ മാർഗം അവൾക്ക് തുറക്കപ്പെടുമെന്നർത്ഥം. ഫതഅരിഫ അന്നഹ അവൾ മനസ്സിലാക്കും അന്നഹ കമാ അഖ്തഅത ഫീ മുആമലത്തി സുജാജ് മുആമലത്തൽ മാ ഈ സ്ഫടികമായിട്ട് പെരുമാറുക അതായത് ചില്ലുമായിട്ടുള്ള തൻ്റെ പെരുമാറ്റം മുആമലത്തൽമായി വെള്ളത്തിൽ പെരുമാറുന്നത് പോലെ ഈ ഗ്ലാസിനോട് പെരുമാറിയപ്പോൾ പിയച്ചതുപോലെ കശഫത്ത് അൻസാക്കിഹ അങ്ങനെ ആ ഡ്രസ്സ് ഒന്ന് പൊന്തിച്ച് കശഫത്തെ വെളിവാക്കി അൻസാക്കിഹ തൻ്റെ കാലിൽ നിന്നും അല്പം ഒന്ന് പൊന്തിച്ചു. അതുപോലെ അതിൽ ഉപയോഗിച്ചതുപോലെ തന്നെ മനസ്സിലാക്കി കദാലിക അഖ്തഅത ഫീ മുആമലത്തി ശംസി ഇതുപോലെ തന്നെയാണ് ഈ സൂര്യനെ ആരാധിക്കുന്ന വിഷയത്തിലൊന്നും ഇവൾ മനസ്സിലാക്കി. മുആമലത്തൽ ഖാലിഖി യഥാർത്ഥമായിട്ടും ആ സൂര്യനെ ആരാധിക്കുന്നതിന് പകരം ആരാധിക്കേണ്ടത് മുആമലത്തൽ ഖാലിഖി പെരുമാറേണ്ടത് റബ്ബിനോടാണ്, അൽ ഖാലിഖ് സൃഷ്ടിച്ച റബ്ബിനോടാണ്. അങ്ങനെ വസജദത്ത് ലഹാ വ അബദത്ത്ഹ അങ്ങനെ അള്ളാഹുവിനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുകയും വ അബദത്ത്ഹ ആദ്യം എന്തായിരുന്നു സൂര്യനെ ആരാധിച്ചിരുന്നത്, പിന്നെ അതിൽ നിന്ന് മാറി അള്ളാഹു ആ സൂര്യനെ സുജൂദ് ചെയ്ത വ അബദത്ത്ഹ സൂര്യനെ ആരാധിച്ചതിൽ നിന്നും യഥാർത്ഥത്തിൽ പെരുമാറേണ്ടത് ഇടപെടേണ്ടത് മുആമലത്തുൽ ഖാലിഖ് സൃഷ്ടാവിനോടാണ്. കാനദാലിക ഇതൊക്കെ ഇങ്ങനെ സാഹചര്യത്തിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അബ്ലഗ അതാണ് ഏറ്റവും അബ്ലഗ ഏറ്റവും ബെറ്ററായത് എന്നർത്ഥം, ഏറ്റവും നല്ലത്. മിമ്മിഅത്തി ഖുതുബത്തിൻ വ അൽഫി ദലീലിൻ 100 പ്രസംഗങ്ങളെക്കാളും 1000 തെളിവുകളെക്കാളും നല്ലത് എന്താണ്, ഏറ്റവും നല്ലത് ഇങ്ങനെ സാഹചര്യത്തിലുള്ള മനസ്സിലാക്കി കൊടുക്കലാണെന്ന് മുസന്നിഫ് പറയുകയാണ്. മനസ്സിലായല്ലോ. ഇപ്പോൾ എവിടെത്തി സുലൈമാൻ നബി അലൈഹിസ്സലാം രാജ്ഞി അവസാനം കീഴടങ്ങി സുലൈമാൻ നബിയുടെ അടുത്തേക്ക് വരുമ്പോൾ സുലൈമാൻ നബി അവർക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുകയും ആ രാജ്ഞിയുടെ കൊട്ടാരത്തിലെ സിംഹാസനം അതുപോലെ ഇവിടെ എത്തിക്കുകയും അതുപോലെ തന്നെ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ച് അതിൽ സ്ഫടികത്തിൻ്റെ ചില്ലുകൊണ്ട് കൊട്ടാരങ്ങൾ നിർമ്മിച്ച് അതിൻ്റെ അടിയിലൂടെ പുഴകളൊഴുക്കി നദികളൊഴുക്കി എന്നിട്ട് അതിൽ നമ്മുടെ രാജ്ഞിയുടെ നിരീക്ഷണത്തിൻ്റെ പോരായ്മകൾ പരിശോധിച്ചു. അതിലൊക്കെ ഈ രാജ്ഞി പരാജയപ്പെട്ടു. അപ്പോൾ അവസാനം സുലൈമാൻ നബിക്ക് അവൾ ഈ രാജ്ഞി കീഴടങ്ങുകയാണ്.
ഇതിനെ പറ്റിയാണ് നമ്മുടെ മുസന്നിഫ് പറയുന്നത്. ഇങ്ങനെ സാഹചര്യത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഖനദാലിക, ഇതെല്ലാമാണ് അബ്ലഗ മിൻ മിഅത്തി ഖുത്ബത്തിൻ, 100 പ്രസംഗങ്ങളെക്കാളും അൽഫി ദലീലിൻ, 1000 തെളിവുകളെക്കാളും ഏറ്റവും ബെറ്ററായത് ഇതാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ പാതയിലേക്ക് രാജ്ഞി കടന്നു വരികയാണ്. നമുക്ക് ഇതിലെ പദങ്ങളൊക്കെ നോക്കാം. പദങ്ങൾ ആദ്യമായിട്ട് തഹക്കക, ഉറപ്പാക്കുക എന്നർത്ഥം കേട്ടോ. റജാന മടങ്ങുക, ബേസത്തന സംഘം, മലിക്കത്തന രാജ്ഞി, സബന സബനാട്, അത്താഅത്തന അനുസരിച്ചു, ഹിയ ആ രാജ്ഞി, വഖൗമുഹ രാജ്ഞിയുടെ സമുദായവും, അഖബലത്ത് തസീർ പറഞ്ഞാൽ യാത്ര ചെയ്തുകൊണ്ട് മുന്നിട്ട് വന്നു, ഫി ജുനൂദിയ ഖാലിയത്തൻ തായ്മയോടെ, തഹക്കക്കാൻ ഉറപ്പിക്കുക, ഖുദൂം ഫരിഹ സന്തോഷിക്കുക, അറാദൻ യുരിഹ കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചു, ലിയക്കൂന ദാലിക അത് ആവാൻ വേണ്ടി, അതല്ലാണ് ഏറ്റവും വലിയ തെളിവ് എന്നർത്ഥം കേട്ടോ. ഖുദ്റത്തില്ലാഹി അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ മേലിലും, വ നിഅമിഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മേലിലും സുലൈമാൻ നബിക്ക് നൽകിയ, അയ്യുഹ്ലിറാന കൊണ്ടുവരാൻ, വക്കലത്ത് ഏൽപ്പിച്ചിരിക്കുന്ന എന്നർത്ഥം. അഖവിയ ഉമന, അഖവിയാന ശക്തര്, ഉമന എന്നാൽ വിശ്വസ്തര്. ത്വലബ മിമ്മലൈ തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു, അയ്യത്തൂഹ കൊണ്ടുവരാൻ, ബിഅർഷിഹ അവളുടെ എന്ന് പറഞ്ഞാൽ രാജ്ഞിയുടെ സിംഹാസനം. അൽ മൗക്കിബിൽ അലീം എന്ന് പറഞ്ഞാൽ വലിയ ജനാവലി, സംഘം എന്നർത്ഥം. മൗക്കിബ് എന്ന് പറയും നമ്മളെന്ത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇങ്ങനെ തെരുവിൽ യാത്ര നടത്തുന്ന അങ്ങനത്തെ റാലികൾക്കാണ് മൗക്കിബ് എന്ന് പറയാം. പിന്നെ അഖ്റബ് വക്തിന് ഏറ്റവും അടുത്ത സമയത്ത്, ഒയ്യറ മാറ്റം വരുത്തപ്പെട്ടു, ബാദു സിഫാത്തി ചില അതിൻ്റെ രൂപങ്ങളൊക്കെ എന്നർത്ഥം. ഇഖ്തബറാന പരിശോധിക്കുക, മുഖ്തബിറ അൽ മുഖ്തബർ എന്ന് പറഞ്ഞാൽ ലബോറട്ടറി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ദലീലനല്ല ഖുസൂറിനല്ലർ നിരീക്ഷണത്തിൻ്റെ പോരായ്മ, അതൊക്കെ ഏറ്റവും ലളിതമായ നിഗൂഢമായ എന്നൊക്കെ അർത്ഥം. അബാദമനാൽ എന്ന് പറഞ്ഞാൽ എത്തിക്കലിനാൽ അതിവിദൂരത്തായ, അൽ ബന്നായി എന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കൾ, ബനൗ എന്ന് പറഞ്ഞാൽ അവർ നിർമ്മിച്ചു, ഖസ്റൻ അലീമൻ വലിയ കൊട്ടാരം, മിൻ സുജാജിൻ ഗ്ലാസിനാലുള്ള, അജ്റൗ അവർ ഒയ്ക്കി, തഹ്തു അതിൻ്റെ തായൽ മാ വെള്ളത്തെ, യഹ്സുബു വിചാരിക്കും, അന്നഹു മാവൻ അത് വെള്ളമാണെന്ന്, യഹൂലു ബൈനൽ മാഷി വ ബൈനൽ മാ നടക്കുന്ന ആൾക്കിടയിലും വെള്ളത്തിൻ്റെ ഇടയിലും, വക്കാൻ മുഅക്കദ് ഉറപ്പായിരുന്നു, തതവഹമു എന്ന വിചാരിക്കും, തെറ്റിദ്ധരിക്കും, തതബയ്യനു വ്യക്തമാകും, തുദിരിക്കു പറഞ്ഞാൽ മനസ്സിലാകും, ഇൻഹിദാ പറഞ്ഞാൽ അകപ്പെടൽ, വീണുപോകൽ എന്നർത്ഥം. ബിൽ മലാഹിരി പ്രകടമായ കാര്യങ്ങളിലുള്ള, എന്നാൽ ഈ എന്ത് പറയുക കാട്ടിക്കൂട്ടലുകളിലൊക്കെ വീണുപോകും എന്ന് മനസ്സിലാക്കാൻ എന്നർത്ഥം. പിന്നെ സിഫാത്തന സിഫത്ത് വിശേഷണങ്ങൾ, എൻകഷിഫു ലഗിതാ പറഞ്ഞാൽ മൂടുപടം ഉയർന്നു പോകും, തുറക്കുമെന്നർത്ഥം. പിന്നെ മുആമലത്ത് കശഫത്തൻ സാക്കിഹ എന്നാൽ കാല് വെളിവാക്കി എന്നർത്ഥം. പിന്നെ അബ്ലഗ ഏറ്റവും നല്ലത്, ഏറ്റവും ഉഷാറായത് എന്ന അർത്ഥത്തിനിക്കാണ് കേട്ടോ. ഇത്രയും പദങ്ങൾ നോക്കുക. അസ്സലാമു അലൈക്കും.